കാരണഭൂതന് കഷ്ടകാലമാണ്. ഏഴാണ്ട ശനിയാണോ കണ്ടക ശനിയാണോ എന്നുള്ളത് കാരണഭൂതൻ അറിയാം. കാരണം ജ്യോത്സ്യം പറയുന്ന അനുസരിച്ചാണല്ലോ കാരണഭൂതനും കുടുംബം ജീവിക്കുന്നത്. ഒന്നുമല്ല, അയ്യപ്പ കോപമാണ്. അയ്യപ്പ കോപമാണെന്നുള്ള വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്നാലും ഇങ്ങനെയുണ്ടോ അയ്യപ്പന്റെ പ്രതികാരം? മനുഷ്യൻ ഇങ്ങനെയുണ്ടോ ഒരു വീഴ്ച എന്നുള്ളത്? ഭയങ്കര രക്ഷയില്ലാത്ത വീഴ്ച, ഭീകര വീഴ്ച. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. വലിയൊരു മലത്തിന്റെ മുകളിൽ താഴ്ന്നു വീണതല്ല ഇപ്പൊ. ഒന്ന് ആലോചിച്ച് നോക്ക്. 2 മാസം മുമ്പ് ആരായിരുന്നു ഇദ്ദേഹം? LDF അല്ലാതെ മറ്റാര്? പുള്ളിയുടെ ഫുൾ ഫിഗറും തലയും. പിണറായി വിജയൻ ഇല്ലെങ്കിൽ CPM ഇല്ല. പിണറായി വിജയൻ 3, പിണറായി 3 ലോഡിങ്. എന്തൊക്കെ തള്ളലായിരുന്നു. അൺലോഡിംഗ് ആണ് ഇപ്പൊ പിണറായി 3 അൺലോഡിങ്. നല്ല ഒരു ഹെഡിങ് ആണ്, പിണറായി 3 അൺലോഡിങ്. ഈ പിണറായി 3 അൺലോഡിങ് എന്ന് പറഞ്ഞാൽ തിരിച്ചിറക്കമാണ്. നമുക്കറിയാം, ഇന്നിപ്പോ പിണറായി വിജയന്റെയും മരുമകന്റെയും ശശിധരൻ കർത്ത പ്രിയ സുഹൃത്ത് ശശിധരൻ കർത്തായുടെയും എല്ലാം വീടുകളിൽ അടക്കം എക്സാലോജിക് കമ്പനി, വീണ വിജയന്റെ കമ്പനി അടക്കം 10 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ED റെയ്ഡ് ചെയ്യാനുള്ള അനുവാദം ഹൈക്കോടതിയാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. ആ അനുമതി കൊടുത്തതിന് പിന്നാലെ ഇന്ന് വെളുപ്പാങ്കാലം തൊട്ട് പിണറായി വിജയന്റെ പുതിയ വാടക വീട്, മരുമോന്റെ കോഴിക്കോട്ടെ വീട്, പിന്നെ എക്സാലോജിക് കമ്പനി, കരിമണൽ കർത്തായുടെ വീട് സ്ഥാപനങ്ങളും എല്ലായിടത്തുമായിട്ട് ED റെയ്ഡ് നടക്കുന്നു. ഇവരുടെ പലരുടെയും വീടിന്റെ യഥാർത്ഥ വലിപ്പം നമ്മൾ എപ്പോഴാണ് കാണുന്നത്? തോക്കം വെച്ചുകൊണ്ട് അവിടെ CRPF നിൽക്കുന്നതുകൊണ്ട് ഇനി സാഹമരെ തടയാൻ പറ്റില്ല. വീണ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തൊക്കെ തള്ളായിരുന്നു. നമ്മൾ ഇതൊരു നാൾ വഴി പോലെ പുറകോട്ടെടുത്താൽ സ്വർണ്ണക്കടത്തിലാണ് സത്യത്തിൽ ഇയാൾക്ക് ആദ്യം ആരോപണ വിധേയന. ഇയാൾ അത് കേന്ദ്രത്തെ ഡീൽ ചെയ്ത് കുഴൽപ്പണ ഇടപാട് അതെ പരസ്പരം വെച്ച് ഒത്തുതീർപ്പാക്കി തീർത്തു. അത് തീർത്തു. അതായത് സുരേന്ദ്രന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അത് തമ്മിൽ വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അത് റെഡിയാക്കി തീർത്തു. എന്നിട്ട് ആ ഒരു മുൻകൂർ ജാമ്യത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത് എവിടെ പോയി എന്നൊരു ചോദ്യം ഉന്നയിച്ചാണ് ഇയാൾ പല മോഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. എല്ലാ കള്ളന്മാരും അങ്ങനെയാണ്. മടിയിൽ കനമുള്ളവൻ എന്നൊരു വാക്ക്. അപ്പം നല്ല കനത്തിലിരിക്കുകയാണ്. മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മടിയിൽ നല്ല കനം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. കള്ളന്മാരെല്ലാം അല്ലെങ്കിലും അങ്ങനല്ലേ പറയൂ. ലോകത്തെല്ലാ കള്ളനും അങ്ങനെ പറയത്തുള്ളൂ. എന്നെ ദ്രോഹിക്കുന്നു, എന്നെ അകാരണമായി കൊടുക്കുന്നു എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഇത് പിണറായി വിജയൻ ആദ്യ ടൈമിൽ പിണറായി 1 ഗവൺമെന്റ് കാലത്ത് അകത്തു പോകേണ്ടയാളാണ്. പിണറായി വിജയനും മരുമകനും മകളും എല്ലാം. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ അന്നത്തെ മന്ത്രിസഭയിലെ പ്രമുഖരടക്കം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഐക്യ കേരള രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലും അയാളെ കുടുംബാംഗങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള ഒരു ED പോലുള്ള സ്ഥാപനം, അന്ന് ED ഇല്ലെങ്കിൽ പോലും ഇത്തരം സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം റെയ്ഡ് നടത്തുന്നത്. അത് ഇപ്പം ക്യാപ്സ്യൂൾ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. സംഘപരിവാറിന്റെ പകവീട്ടൽ ലജ്ജയില്ല എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസ് അഡ്ജസ്റ്റ് ചെയ്ത് കേന്ദ്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കിയതിനു ശേഷം പിണറായി വിജയന് നിങ്ങൾ ഒരു വലിയ ഹാലോ സൃഷ്ടിച്ചു കൊടുത്തു അല്ലേ? അദ്ദേഹം പരിശുദ്ധനാണ്, ഏറ്റവും വലിയ പരിശുദ്ധനാണ്. നിങ്ങൾ ഞങ്ങളെ വേട്ടയാടിയില്ലേ, മാധ്യമങ്ങളോട് വേട്ടയാടിയില്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ കുറ്റം മുഴുവൻ മാധ്യമങ്ങളുടെ തലയിലായി. അതെപ്പോഴും അങ്ങനെയാണല്ലോ, മാധ്യമങ്ങളാണല്ലോ. ആവശ്യം വരുമ്പോൾ മാത്രം മാധ്യമത്തിനെ വിളിക്കുക, അല്ലാത്ത മുഴുവൻ മാധ്യമത്തിനെ തെറി വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ പിണറായി വലിയൊരു ദൈവവിശ്വാസിയാണല്ലോ. അതെ. കർമ്മഫലം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതെ. അത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ച് തീർക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ താൻ മാത്രമല്ല വീട്ടുകാരും അനുഭവിക്കേണ്ട അവസ്ഥയിലാണ്. അല്ല, സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അവർക്ക് വ്യക്തമായ തെളിവും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അവരതിനെക്കുറിച്ച് പുസ്തകം വരെ എഴുതി. ഇയാൾക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശിവശങ്കരനെ സസ്പെൻഡ് ചെയ്ത്? ശിവശങ്കരൻ എന്തുകൊണ്ടാണ് ജയിലിൽ കിടന്നത്? ശിവശങ്കരൻ മാത്രമേ കടന്നതേ ഉള്ളൂ, ബാക്കി രക്ഷപ്പെട്ടു. അത് പിണറായി വിജയന് വേണ്ടി ജീവിതം ത്യജിക്കാൻ തയ്യാറായിരുന്ന ശിവശങ്കരൻ മരപ്പൊട്ടൻ എന്നാണ് പിണറായി വിജയനെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. സ്വപ്നയുടെ അടുത്ത് അതാ പറഞ്ഞത്. പിണറായി വിജയനെ സ്നേഹപൂർവ്വം അദ്ദേഹം വിളിച്ചിരുന്നത്, സ്നേഹം കൂടുന്ന അവസരങ്ങളിൽ അദ്ദേഹം മരപ്പൊട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ മരപ്പൊട്ടനെ കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളെല്ലാം അയാളും സാധിച്ചു. ഈ മരപ്പൊട്ടൻ ഈ കെണിക്കകത്ത് നിന്ന് വീഴുകയും ചെയ്തു. അവസാനം ഇതെല്ലാം വീണ് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേന്ദ്രവുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഇവർ തയ്യാറായി. ആ ഒരു തയ്യാറിന്റെ ഭാഗമായിട്ട് ഇവർ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിലെല്ലാം ഈ ഇടപാടുണ്ട്. സർക്കാരിന്റെ കോടതിയുടെ പ്രശ്നം കൊണ്ടല്ലേ, ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ രക്ഷപ്പെട്ടു. അതിനുശേഷം വന്ന ഏറ്റവും വലിയ കെണിയായിരുന്നു എക്സാലോജിക്. അന്ന് ഈ എക്സാലോജിക് ഇടപാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി
ഇവർ പറഞ്ഞ ന്യായം എന്താണ്? നിങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണക്കൊള്ള കേസ് എവിടെ? സ്വർണ്ണക്കടത്ത് കേസ് എവിടെ? ആ കേസ് എവിടെ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അപ്പം എന്ത് പറ്റി? ആ കേസിനകത്ത് പിന്നീട് തുടരന്വേഷണം ഒന്നും ഉണ്ടായില്ല. ആ കേസിന്റെ ഗതി എന്തായെന്ന് പോലും നമുക്ക് ആർക്കും ഇപ്പം പല കേസുകളും പല ഗുരുതരമായ ആരോപണങ്ങൾ അറിയില്ല. അപ്പൊ ആ കേസുകൾ ഒത്തുതീർപ്പാക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ അത് വെച്ചിട്ടാണ് ഇവര് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ അതെ. അപ്പോ അന്നേരവും ഈ സാധാരണ ജനങ്ങൾ, കേന്ദ്രത്തിലെ സാധാരണ ജനങ്ങൾ, കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. വീണ വിജയന് ഒരു കമ്പനി തുടങ്ങാനുള്ള പണം എവിടെ നിന്നാണ്? അമ്മയ്ക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയ പൈസ കൊണ്ടാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റുവിറ്റി പൈസ ഉണ്ടായിരുന്നു. പിന്നെ ഈ എക്സാലോജിക് ഇടപാടിൽ കിട്ടിയ പണം എന്താണ്? അപ്പോൾ അത് ഞങ്ങളുടെ സർവീസ് ചെയ്ത കാശാണ്. എന്താണ് സർവീസ്? ഞങ്ങൾ നൽകിയ സേവനം ഇതാണ്. എന്താണ് സേവനം? അതറിയില്ല. ഇത്രയും കോടി രൂപ അവർക്ക് കിട്ടിയെങ്കിൽ ആ സേവനം എന്താണ് എന്ന് ചോദിച്ചാൽ സേവനം എന്താ? ഒരു സേവനവും ഇല്ല. ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു വിദ്വാൻ എറണാകുളത്തുള്ള ഒരാൾ ആവേശത്തോടു കൂടി പറഞ്ഞു ചെയ്ത സേവനമാണ്. സേവനം എന്താണെന്ന് അതിലിരുന്ന IT വിദഗ്ധൻ്റെ ഇദ്ദേഹമാണെന്നാണ് മറ്റേ ജോസഫ് മാത്യു. അദ്ദേഹം വിശദമായി പറഞ്ഞു എന്താണ് സേവനമെന്ന്. നമ്മുടെ നാട്ടിൽ സാധാരണ ഈ കടകളിൽ ഹോട്ടലിലൊക്കെ നമ്മൾ ബില്ലടിക്കാൻ വെച്ചിരിക്കുന്ന സാധനമുണ്ട്. അതിൻ്റെ അതേ സെയിം സംവിധാനത്തിന് മെയിൻ്റെനൻസ് നടത്തിയ വകയിലാണ് ഓരോ മാസവും ഇത്രയും വലിയ തുക കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ ദുരുദ്ദേശത്തോടെ വേട്ടയാടുകയാണെന്നും ED ഉപയോഗിച്ച് ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും ED കളങ്കിതരാണെന്നും എല്ലാം ഉള്ള ക്യാപ്സ്യൂളുകൾ വഴി ഇവർ രക്ഷപ്പെട്ടു നിന്നു. ഇത് സത്യത്തിൽ 2-3 കൊല്ലം മുമ്പ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടക്കേണ്ടതാണ്. അന്ന് നടത്തിയിരുന്നെങ്കിൽ ഇയാൾ മുഖ്യമന്ത്രി രാജിക്കേണ്ടത് തന്നെ അന്ന്. അതെ, ഈ പറഞ്ഞ പോലെ ഈ പരസ്പര ധാരണയിൽ അങ്ങ് പോയി. ED റെയ്ഡ് നടത്താൻ തയ്യാറായിരുന്നു. ED റെയ്ഡ് നടത്താൻ ക്ലിഫ് ഹൗസിൽ ED കയറും എന്നുള്ള കാര്യം ഉറപ്പിച്ചതാണ്. പക്ഷേ ചില ബാഹ്യ ഇടപെടലുകളാണ് ഇത് ഇത്രത്തോളം വൈകിപ്പിച്ചത്. അന്തർധാര ഉണ്ടല്ലോ, അദൃശ്യ ശക്തികൾ ഉണ്ട്. അതായത് പിണറായി വിജയൻ ഇനി ജീവിതത്തിൽ അധികാരത്തിൽ വരത്തില്ലെന്നും LDF സർക്കാരിന് ഇനി ഒരു തുടർച്ച ഉണ്ടാവില്ലെന്നും വോട്ടെണ്ണലിന് ശേഷം തിരിച്ചറിയുന്നു. അതോടെയാണ് ഇത് ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വന്ന് എത്തി നിൽക്കുന്നത്. അതിനകത്ത് പല ആൾക്കാർക്കും പങ്കുണ്ട്. അങ്ങനെ വിശ്വസിച്ച് ഭയന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ആ വിശ്വാസത്തിന്റെ വേലിക്കെട്ടിന് പുറത്തു വന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പണി തുടങ്ങി. മാത്രമല്ല നമ്മുടെ എല്ലാവരും വീടുകളിൽ റെയ്ഡ് നടത്തിയതാണ് ഈ പിണറായിയുടെ പോലീസ്. അതെ, ഇന്ന് പിണറായി രാവിലെ വറക്കോണയിൽ കണിയേണ്ടത് അത് യന്ത്രത്തോക്കുമായിട്ടെത്തി ആളുകൾ. യന്ത്രത്തോക്കുമായിട്ടെത്തി വീട്ടിൽ മറ്റേ അന്ന് മോഹൻലാലിന്റെ ഇന്റർവ്യൂ ഉണ്ട്, ഒരു കറുത്ത പട്ടി ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? ലംബോയ. അതാണ് അത് അവിടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് പോകാൻ നടക്കുന്നുണ്ട് ഇടയിൽ കൂടെ. രാവിലെ മകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടി വന്നാൽ അറസ്റ്റും ഉണ്ടാകും. അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ് മകൾ അകത്ത് പോയാൽ പിണറായി വിജയൻ സഹിക്കില്ല. ഇപ്പം തന്നെ ഇയാളെ ഈ പ്രതിപക്ഷ കഥാസ്ഥാനത്ത് നിന്ന് ചവിട്ടിയെടുത്ത് വെളി കളയണമെന്ന് കൂടെയുള്ള സ്വന്തം പാർട്ടിക്കാരൻ ആവശ്യപ്പെട്ടു. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിച്ചാണ് ഇയാൾ പരസ്യ പ്രചാരണം തുടങ്ങിയത്. അതായത് ഇലക്ഷന് മുമ്പ്. അന്ന് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ എന്ന് പറഞ്ഞ് ഇയാൾ കിഫ്ബിയിൽ നിന്ന് പൈസ എടുത്ത് ഇഷ്ടം പോലെ പരസ്യത്തിന് പൈസ വാരി കൊടുത്തു. പിണറായിയുടെ ഇന്റർവ്യൂ ക്ലിഫ് ഹൗസിൽ മോഹൻലാലിനെ വിളിച്ചു വരുത്തി PRD തയ്യാറാക്കിയ ഇന്റർവ്യൂവിന് എത്ര കോടി രൂപ ചെലവായി? അത് സ്ലോട്ട് എടുത്തിട്ടാണ് ചാനലുകൾ കൊടുത്തത്. ഇതിപ്പോ പിണറായിയുടെ ഇന്റർവ്യൂ ഒരു പൈസയും മുടക്കാതെ ചാനലുകൾ ചെയ്യുമായിരുന്നു. പിണറായി വിജയൻ അവിടെ ചെന്ന് ഇരുന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇവരുടെ അജണ്ട നടപ്പാകില്ല. ഇപ്പം ഏഷ്യാനെറ്റിൽ വിനു വിയോണിന്റെ മുമ്പിൽ പിണറായി വിജയൻ ചെന്ന് ഇരുന്ന് കൊടുത്താൽ എന്താകും അവസ്ഥ? അതിരിക്കില്ലല്ലോ. കാരണം പിണറായി വിജയൻ ഒന്നും പറയാൻ അറിയില്ല. ചർച്ച നടത്തുന്നതെങ്കിൽ ഏഷ്യാനെറ്റ് CPM പ്രതിനിധികൾ ചർച്ചയ്ക്ക് ആളിനെ എപ്പോഴും അയക്കില്ലല്ലോ. അതെ, മറുപടി പറയാൻ അയാൾക്ക് അറിയില്ല. ഈ കൊനസ്റ്റ് ചോദ്യങ്ങൾ വരുമ്പം കടക്ക് പുറത്തൊക്കെ എണ്ണീറ്റ് പോടാന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇയാളെ മാക്സിമം വെളുപ്പിച്ച് ഇയാളിലെ സൽഗുണ സമ്പന്നനെയും പ്രാഞ്ചിയേട്ടനെയും ഒക്കെ പുറത്ത് കാണിച്ച് മോഹൻലാലിനൊരു മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുന്ന ഒരു വിജയൻ. ഈ വിജയൻ ഒരു വല്ലാത്ത പുറമെ പരുക്കനെങ്കിലും അദ്ദേഹത്തിന്റെ വെണ്ണ പോലെ മൃദുലമാണ്. പട്ടികളെയും പാമ്പിനെയും പുഴുക്കളെയും ഉറുമ്പിനെയും ഒക്കെ സ്നേഹിച്ച ഒരു വിജയനുണ്ട്. ആ വിജയനെ നിങ്ങൾക്കറിയില്ല. ആ വിജയനെ കാണിക്കാൻ വേണ്ടിയാണ് ലക്ഷങ്ങൾ മുടക്കി. മോഹൻലാൽ എന്ന നടനോട് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടക്കേട് തോന്നി ഇത് കണ്ടിട്ടുണ്ട്. എനിക്ക് മോഹൻലാൽ വലിയ ഇഷ്ടമാണ്, മോഹൻലാൽ സിനിമകൾ ഇഷ്ടമാണ്, വ്യക്തിപരമായ കഥ വലിയ ഇഷ്ടമാണ്. പക്ഷേ അത് അദ്ദേഹം ചെയ്ത് കുറച്ച് കടന്ന കൈയായി പോയി എന്നാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. അത് പക്ക അഭിനയമല്ല. മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചു, പതിവ് പോലെ. എനിക്ക് തോന്നുന്നു പല റീടേക്ക് സിനിമയിലെ ജോർജ് കുട്ടിയെ പോലെ തന്നെയാണ് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചത്. കാരണം
അഭിനയിക്കുകയാണെന്ന് തോന്നുകയില്ല. പക്ഷെ നമുക്കതൊരു അഭിനയമായിട്ട് തന്നെ. മമ്മൂട്ടി കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരാളാണ്. അദ്ദേഹം ആ വഴിക്ക് പോയില്ല. അദ്ദേഹം അതിന് പോകത്തില്ല. കാരണം എന്താ അറിയോ, മമ്മൂട്ടിയെ വിളിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ചാനലിന്റെ ചെയർമാനാണ്, ആ അന്തർധാര അത് പുറത്തു വരും. അതുകൊണ്ടാണ് സംഘപരിവാർ അനുകൂലി എന്ന് മുദ്ര കുത്തപ്പെട്ട മോഹൻലാലിനെ ഇറക്കി ഈ പരിപാടി ചെയ്യിച്ചത്. ഏതായാലും ഇതൊരു ഗംഭീര സംഭവമായി മാറി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കുറെ അന്തം കമ്മികൾക്ക് ഇപ്പൊ കുറച്ചു മുമ്പ് എന്നെ ഒരു വലിയ അന്തം കമ്മിയെ എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇത് ഷൂട്ട് ഇറങ്ങുന്ന മുമ്പ് എന്നെ ഒരാൾ വിളിച്ചില്ലേ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഈ കള്ളനെയാണല്ലോ ഞങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് നടന്നത്. ഞങ്ങൾക്കറിയായിരുന്നു ഇയാൾ കള്ളനാണെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഞങ്ങൾ പാർട്ടിക്കാരായിപ്പോയി, ഞങ്ങൾക്ക് ഇയാൾക്കെതിരെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. ഈ കള്ളൻ പുറത്തു പോകാനാണ്, ഇയാൾ അകത്ത് പോകണമെന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം.